കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സ്ഥലം സുരക്ഷാ സേന ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഒന്നിൽ കൂടുതൽ ഇടങ്ങളിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതായാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം സംഭവിക്കുന്നു. ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ബി ബാലഗോപാൽ ചേരുകയാണ്. ബാലു, പലതരത്തിൽ നമ്മൾ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് രാജ്യം. സൈനിക തലത്തിൽ അങ്ങനെ നടക്കുന്നു. അതുപോലെ തന്നെ സ്വദേശീയർ ബങ്കറുകളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള നീക്കുപോക്കുകൾ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള റിപ്പോർട്ട് ബാലു തന്നെ രാവിലെ അവിടെ നിന്ന് നൽകിയിരുന്നു. എന്താണ് സംഭവിക്കുന്നത് ഗ്രൗണ്ട് സീറോയിൽ? അക്ഷയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ 2 ദിവസമായി ഈ ഭീകരർക്കായുള്ള പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ഭീകരർക്കായുള്ള തെരച്ചിൽ വ്യാപകമായി ഈ സുരക്ഷാ ഏജൻസികൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇന്ന് 4 സ്ഥലങ്ങളിൽ ഈ ഓപ്പറേഷനുകൾ നടന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് സുരക്ഷാ ഏജൻസികൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ദക്ഷിണ കശ്മീരിലെ ഷോപ്പിയാൻ, അനന്തനാഗ് തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെയാണ് ഈ ഓപ്പറേഷനുകൾ നടന്നതെന്നാണ് ഈ സുരക്ഷാ ഏജൻസികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും കശ്മീരിൽ ഇപ്പോൾ അതീവ സുരക്ഷയാണ് ഉള്ളത്. വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസം ഈ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കശ്മീരിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ശനിയാഴ്ചയോടുകൂടി വീണ്ടും തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് ഈ റിസോർട്ടുകൾ ഉൾപ്പെടെ ഏതാണ്ട് 50-ഓളം സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം ഈ നിരോധിച്ചുകൊണ്ട് ജമ്മു കാശ്മീർ സർക്കാർ ഔദ്യോഗികമായി ഈ ഒരു അറിയിപ്പ് പുറത്തിറക്കിയിരുന്നു. ഇതേ തുടർന്ന് വീണ്ടും ഈ കശ്മീരിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതാണ്ട് തെരുവുകളിലൊക്കെ വലിയ തോതിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഇന്ന് ദക്ഷിണ കശ്മീരിൽ നിന്ന് ശ്രീനഗറിലേക്കൊക്കെ വരുമ്പോൾ നിരവധി സ്ഥലങ്ങളിൽ ഈ പരിശോധനയ്ക്ക് വിധേയരായിട്ടുണ്ട്. ഈ മുഴുവൻ സ്ഥലങ്ങളിലും ഈ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ ബസന്ത് സൂചിപ്പിച്ചതുപോലെ നാളെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ് ഡൽഹിയിൽ ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ ഉന്നതതല യോഗങ്ങളൊക്കെ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചടി വളരെ താമസിയാതെ തന്നെ ഉണ്ടാകുമെന്ന ഒരു പൊതു പ്രതീതിയാണ് ഈ ശ്രീനഗറിലും അതുപോലെ തന്നെ കശ്മീരിൽ പൊതുവെയുമായും ഉള്ളത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത് ശ്രീനഗറിൽ നിന്നും.